2 ദിവസം മുന്നേ വൈകുന്നേരം പെയ്തൊരു മഴയാണ് കേട്ടോ ഇത്. അപ്പോൾ ദേ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും മുറ്റത്ത് മൊത്തവും ചവറെല്ലാം മാവിൻ്റെ ഇലയെല്ലാം വീണ് കിടപ്പുണ്ട്. അതുപോലെ ഈയലിൻ്റെ ചിറക് ഉണ്ടല്ലോ, അതും വീണ് നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മുറ്റം തൂക്കാനായിട്ട് ഒരു കുന്നോളം ഉണ്ട്. അനിയത്തിയുടെ അടുപ്പൊക്കെ തീയൊക്കെ പിടിപ്പിക്കാനായിട്ട് പോവുകയാണ്. അടുപ്പിൻ്റെ തിട്ടയൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ദേ മുറ്റമൊക്കെ അടിക്കാനായിട്ട് നിൽക്കുക. കണ്ടില്ലേ, ഒരു കുന്നോളം ഉണ്ട്. ചവറൊക്കെ തൂത്തുവാരി കളഞ്ഞിട്ട് വേണം ഇനി അടുക്കളയിലോട്ട് കയറാൻ വേണ്ടി. ഈ ഇട്ടിരിക്കുന്ന പലാസോ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും ഒക്കെ ലിങ്ക് ഞാനിവിടെ മേളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാൻറ്റാണ്. മുറ്റമൊക്കെ അടിച്ച് വാരി ചവറൊക്കെ വാരി കളഞ്ഞതിന് ശേഷം ദേ അടുക്കളയിലോട്ട് കയറി വന്നിട്ടുണ്ട്. ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പുമാവ് പാത്തുക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തട്ടിക്കൂട്ടി ഞാനൊരു ഉപ്പുമാവ് സെറ്റാക്കി. പിന്നെ ദേ ദോശയ്ക്ക് വേണ്ടിയിട്ട് തക്കാളിക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പപ്പടവും കൂടെയൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ പാത്തുക്കുട്ടിക്ക് ഉപ്പുമാവ് കൊടുക്കാൻ കേട്ടോ. ഇത് കഴിച്ചിട്ട് വേണം അവളെ മദ്രസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാപ്പിയൊക്കെ കൊടുത്ത് കൊച്ചിനെ മദ്രസയിലൊക്കെ ആക്കി. അനിയത്തി ഇവിടെ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ഞാൻ വന്നിട്ട് കുറച്ച് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് തൈരൊക്കെ എടുത്തിട്ട് സംഭാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കി നേരെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ പോയി കൊച്ചിനെ ദർസിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറിയും കാര്യങ്ങളും മീൻ വറുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ കലക്കി നേരെ അടുപ്പിലോട്ടാക്കി മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഒഴിച്ച് കറിയും കൂടെയൊക്കെ സെറ്റാക്കി എടുത്തപ്പോൾ നമ്മുടെ ഉച്ചയൂണം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബൈ.